അതുകൊണ്ട് ഹേ അജ്ഞാനി, നിന്റെ ഈ അഹന്ത നീ വെടിയണം. വലിച്ചെറിയൂ അതിനെ, ഖണ്ഡിക്കൂ അതിനെ. അങ്ങനെ എനിക്ക് നിന്റെ ഉള്ളിൽ പ്രവേശിക്കാനാവും. ഉള്ളിൽ പ്രവേശിക്കണം അത്രേ? ഞാൻ എന്തിനു നിന്നെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കണം? വലിയ ശിവതത്വം വന്നിരിക്കുന്നു. ആരെയും ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. പോ, നീ പോയി നിന്റെ ശിവന്റെ ഉള്ളിൽ പ്രവേശിക്കുക. ശിവനിൽ ഈ ജഗത്ത് മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി ശിവനെ ജഗത്തിൽ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഞാൻ നിന്നിലും. എന്തിനെന്റെ പിറകെ കൂടിയിരിക്കുന്നു? എന്തിനെന്നിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു? നീ എന്താണുള്ളത് ഈ ശിവതത്വത്തിൽ? ശക്തിയുണ്ട്, പരമമംഗളകാരിയായ ശക്തി. പ്രകാശമുണ്ട്, സമ്പൂർണ്ണ അന്ധകാരത്തെയും അത് തുടച്ചു മാറ്റുന്നു. ഈ ശക്തിയും പ്രകാശവും എവിടെയുണ്ട്? മനസ്സിൽ, ആത്മാവിൽ, ആത്മചേതനയിൽ. അവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? സദ്ഭാവന, സദ്വൃത്തി, സദ്ബുദ്ധി ഇവ ഉണർന്നു വരും. അതുകൊണ്ട് എന്താണ് ഗുണം? ആത്മാവ് ശുദ്ധവും മനസ്സ് നിർമ്മലവുമാകും. അപ്പോൾ ബുദ്ധി ലോകമംഗളത്തിനായി പ്രവർത്തിക്കുന്നു. ഇവയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ ശിവതത്വം കുടികൊള്ളുമ്പോൾ വ്യക്തി ആരുടെയും ഭക്തിവിശ്വാസത്തെ അധിക്ഷേപിക്കുകയില്ല. സ്വയം ശ്രേഷ്ഠനെന്നും അന്യർ നികൃഷ്ടരാണെന്നും കരുതുകയില്ല. പിന്നീട് അയാൾ ജപതപങ്ങളുടെ പവിത്ര മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാർഗതടസ്സമുണ്ടാക്കുകയില്ല. എല്ലാവർക്കും മംഗളം ഇച്ഛിക്കും, പ്രവർത്തിക്കും. അതായത് ഈ ശിവതത്വം, ഈ ശിവജ്ഞാനം, മനോബുദ്ധിയിൽ ജ്ഞാനവും ജ്ഞാനത്തിൽ അങ്ങുമുണ്ടെങ്കിൽ അനവരതം മംഗളവും സുഖവും ലഭിക്കും. നിശ്ചയമായും ലഭിക്കും. അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഈ സത്യത്തെ സ്വീകരിക്കുന്നതിലാണ് എന്റെ മംഗളം. എന്നാൽ പറയൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹേ ശിവജ്ഞാനമേ, ശിവജ്ഞാനം, ചരിത്രം, പരഹിതം, പരേച്ഛ, ജപം, തപം, അങ്ങനെ പവിത്രതയിലേക്ക് നീങ്ങുന്ന വ്യക്തിയുടെ മാർഗത്തിൽ വിഘ്നമാകാതിരുന്നാൽ ശിവജ്ഞാനം ലഭിക്കുമെന്നോ? അതായത് എനിക്ക് ശിവജ്ഞാനം ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു. വിഡ്ഢിയാണ് ഞാൻ, ദുർബുദ്ധിയായിരുന്നു. ഞാൻ ശിവജ്ഞാനിയായി. ഹേ വിശ്വനാഥ, ഹേ ശിവശങ്കര, എന്നോട് ക്ഷമിക്കണമേ. ഓം നമഃ ശിവായ. 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 നാരായണ 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 നാരായണ. പാർവതി. ദേവർഷി, അങ്ങ്? നിന്റെ ഹിതമോർത്താണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്റെ ഹിതം? പാർവതി,
ഭർത്തൃകാമനയോട് തപസ് ആരംഭിക്കുന്നതിന് മുൻപായി ആഗ്രഹിക്കുന്ന ഭർത്താവിന് ലഭിക്കുവാനായി ശിവമഹിമാവ്രതം അനുഷ്ഠിക്കണം. ശിവമഹിമാവ്രതം ഉപദേശിച്ച് അങ്ങ് എൻ്റെ മാർഗം സരളമാക്കി ദേവർഷേ. ദയവ് ചെയ്ത് പറഞ്ഞാലും ഈ വ്രതം എപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? മാർഗദർശനം നൽകിയാലും. ഇന്ന് ചൈത്രമാസത്തിലെ തൃതീയയാണ്. ഇന്ന് മുതൽ ഒരു മാസം ഒരു തവണ മാത്രം ആഹാരം കഴിച്ച് ശിവലിംഗത്തിൽ ബില്വപത്രം കൊണ്ട് വിവിധ തരം പൂജകൾ ചെയ്യണം. അങ്ങ് ഉപദേശിച്ചതനുസരിച്ച് വിധിപൂർവം ഞാൻ ഇന്നു മുതൽ ശിവലിംഗത്തിന് ആരാധന തുടങ്ങുന്നതാണ് മുനിവര. നാരായണ നാരായണ. ഓം നമഃ ശിവായ. 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 പാർവതി കഠിന തപസ്സിലാണ്. വനത്തിൽ തനിയെ വിശന്ന് ദാഹിച്ച് അറിയില്ല എൻ്റെ പുത്രിക്ക് എന്ത് സംഭവിക്കും. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. വന്നാലും ദേവർഷേ. ഞാൻ വന്നുവല്ലോ മഹാറാണി. പക്ഷെ അങ്ങയുടെ മുഖത്ത് ഈ ശോകഛായ ദൃശ്യമാകാൻ കാരണം? എൻ്റെ ഏകപുത്രി തനിച്ച് വിജനമായ സ്ഥലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിഷമം സ്വാഭാവികമല്ലേ ദേവർഷേ? സ്വാഭാവികം തന്നെ, പക്ഷേ വ്യർത്ഥവുമാണ്. നാരായണ നാരായണ. വ്യർത്ഥമോ? മഹാറാണി, അവിടുത്തെ പുത്രിയെക്കുറിച്ച് അല്പം പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവൾ സ്വയം തന്നെ പരിപൂർണയാണ്. അവളിപ്പോൾ ശിവമഹിമാവ്രതം അനുഷ്ഠിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതോടെ മനോഭിലാഷം സഫലമാകും. അപ്പോൾ പാർവതിയുടെ തപസ്യ സഫലമാകുമോ? സഫലമാകും. പാർവതിയുടെ മാത്രമല്ല, ഭാവിയിൽ ഏതൊരു കന്യക ഭർത്തൃപ്രാപ്തിക്കായി ഈ വ്രതം അനുഷ്ഠിക്കുന്നുവോ അവളുടെ മനോകാമന തീർച്ചയായും സഫലമാകും. പാർവതിയാൽ അനുഷ്ഠിക്കപ്പെട്ട ഈ വ്രതം ഭാവിയിൽ കന്യകമാർക്ക് വരദാനവും ആദർശവുമാകും. നാരായണ നാരായണ. ശിവശങ്കരനെ പോലുള്ള മഹാനായ യോഗിയെ, തൃക്കണ്ണ് ജ്വലിക്കുന്ന വൈരാഗിയെ കാമോത്സുകനാക്കുക എളുപ്പമാണോ? കാമദേവൻ സാഹസം ചെയ്തു, അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. വിധിയുടെ വിധാനമനുസരിച്ച് പരിസ്ഥിതികൾ ഇപ്രകാരം സൃഷ്ടിക്കപ്പെടുന്നു. കാമദേവൻ ഒരു നാൾ അനങ്കനാകേണ്ടവൻ തന്നെ. ബ്രഹ്മദേവ, ഇതെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത്. അതിന് നിമിത്തം നീയായിരിക്കാം. പക്ഷെ എല്ലാം തന്നെ വിധിയുടെ വിധാനത്തിനനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. കാമദേവനെ കുറിച്ച് വിഷമിച്ചില്ലെങ്കിലും താരകാസുരന്റെ ഗതിവിഗതികൾ ഓർക്കുമ്പോൾ വിഷമമുണ്ടാകുന്നു. കാമദേവന്റെ ദഹനത്തിന് ശേഷം അവൻ പൂർവാധികം ഉദ്ദണ്ഡനും ക്രൂരനുമായിരിക്കുന്നു.
അവനിപ്പോൾ മൃത്യുവിന്റെ ഭയവുമില്ലാതായി പരംപിതാവേ. കാരണം അവന്റെ വിചാരം ശിവപുത്രൻ ജനിക്കില്ലെന്നും അവന് മരണമില്ലെന്നുമാണ്. വിഡ്ഢിയാണവൻ. ബുദ്ധിമാനായിരുന്നുവെങ്കിൽ ഈ ചെയ്യുന്നതൊന്നും അവൻ ചെയ്യുകയില്ലായിരുന്നു. ദുർബുദ്ധിയാണവൻ. അതുകൊണ്ട് അവന്റെ അഹങ്കാരം വർദ്ധിച്ചു വരും. അഹങ്കാരം വർദ്ധിച്ചാൽ അത്യാചാരം വർദ്ധിക്കും. അത്യാചാരം വർദ്ധിക്കുന്നതോടെ അവന്റെ ശക്തിയും വർദ്ധിക്കും. സ്വർഗലോകത്തിൽ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള ഞങ്ങളുടെ എല്ലാവിധ മോഹവും സമാപ്തമായി തീരും. അതെല്ലാം ശരി തന്നെ. പക്ഷേ നീ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ പറഞ്ഞതെല്ലാം താരകാസുരന്റെ ഭാവി പ്രവൃത്തികൾ എന്തായിരിക്കാമെന്ന വിഷയത്തെക്കുറിച്ചാണ്. പക്ഷേ വിധിയുടെ നിശ്ചിതക്രമത്തിന്റെ വിഷയത്തിൽ നീ അജ്ഞാനിയാണ്. ആ പരംപിതാവേ, അത് ശരിയാണ്. എന്നാൽ ശാന്തനാകൂ. ഇപ്പോൾ എനിക്കിത് മാത്രമേ തുറന്നു പറയാനാകൂ. കാമദഹനത്തിന് ശേഷം ശക്തിസ്വരൂപിണി പാർവതി ശിവനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി കഠിന തപസ് ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു.